ലാൽ ജോസ് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടിമാരിൽ ഒരാളാണ് സമൃദ്ധ സുനിൽ. രസികൻ എന്ന ചിത്രത്തിലൂടെ സിനിമാ ജീവിതം ആരംഭിച്ച സമൃദ്ധ വളരെ പെട്ടെന്നാണ് മലയാളികളുടെ മനം കവർന്നത്. മലയാളത്തിന് പുറമെ തമിഴിലും തെലുങ്കിലും താരം തന്റെ സാന്നിധ്യം അറിയിച്ചു. വിവാഹശേഷം സിനിമയിൽ നിന്നും ഇടവേളയെടുത്തെങ്കിലും വീണ്ടും ടെലിവിഷൻ ഷോകളിലൂടെ സജീവമാകുകയാണ് താരം. രസികനു മുമ്പ് തന്നെ സമൃദ്ധ സിനിമയിലേക്ക് എത്തിയിരുന്നു. മോഹൻലാൽ നായകനായ അയാൾ കഥയെഴുതുകയാണ് എന്ന സിനിമയിലെ ചെറിയൊരു രംഗത്തിൽ സമൃദ്ധ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ രംഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സമൃദ്ധ സുനിലെത്തിയപ്പോൾ സ്റ്റുഡിയോയോട് സംസാരിക്കുകയായിരുന്നു സിനിമയിൽ. അയാൾ കഥയെഴുതുകയാണ് എന്ന പടത്തിൽ ചെറിയൊരു സീനിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതാണ് എന്റെ ആദ്യത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ചിരിച്ചുകൊണ്ട് സമൃദ്ധ പറഞ്ഞു. സത്യത്തിൽ പറഞ്ഞാൽ ആ പടത്തിൽ അറിയാതെ പെട്ടുപോയതാണ്. ഷൂട്ട് ലൊക്കേഷനിലെത്തിയപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നു അത് സിനിമയിൽ വരികയും ചെയ്തു. അഭിനയം എന്താണെന്നോ സിനിമ എന്താണെന്നൊന്നും അറിയാത്ത പ്രായത്തിലാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ഇപ്പോഴാണ് പലരും ആ സിനിമയിൽ ഞാനുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. സോഷ്യൽ മീഡിയയും ഇന്റർനെറ്റുമെല്ലാം വന്നതിന്റെ ഗുണമാണ് ഇത്തരം കാര്യങ്ങൾ എല്ലാവരിലേക്കും എത്തുന്നത്. പണ്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ലായിരുന്നു. സോഷ്യൽ മീഡിയ കാരണം എനിക്കുണ്ടായ മറ്റൊരു ഗുണമാണ് രസികനിലെ പാട്ട് വൈറലായത്. ഓരോ റീലും വീഡിയോയൊക്കെ ഞാൻ കാണാറുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് എന്നെ പരിചയപ്പെടുത്തിയ പാട്ടാണ് അത്. വിദ്യാജിയുടെ മ്യൂസിക് അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൂടുതൽ ക്രെഡിറ്റും അദ്ദേഹത്തിനാണ്, സമൃദ്ധ സുനിൽ പറഞ്ഞു.